അത് മറ്റില്ല അവനല്ലേ? ആ, അവൻ തന്നെ, മംഗലത്തെ സന്താനം. നിങ്ങൾ വാ. എടാ വേണ്ട, വിട്ടേരെ, കൂടെ ഒരു കൊച്ചുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഇത് പറ്റിയ ചാൻസാ. നിങ്ങൾ വാ. ഹലോ മിസ്റ്റർ അഗ്നി, എന്തു പറ്റി? ബൈക്ക് കേടായോ? ഇതാരാ, അനിയത്തിയാണോ അതോ നിന്റെ സെറ്റപ്പോ? ഡാ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയോ? അന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ ഈ മര്യാദയൊന്നും കണ്ടില്ലല്ലോ അഗ്നി. അല്ല, മോളെന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങ് വന്നേ. അഗ്നിയേട്ടാ. ദാ പന്നി. ഇവന്മാരിവന്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകത്തോളൂ. മോള് പേടിക്കണ്ട. അഗ്നിയേട്ടാ. ആ ഇഷു. ഡാ. ഡാ, നീ എന്തായി ചെയ്തേ? മാറി നിൽക്കടാ, ഇങ്ങോട്ട് വാടി. ഇഷു വേണ്ട, അവളെ ഒന്നും. അഗ്നിയേട്ടാ. കണ്ണ. രക്ഷപ്പെട്ടോ? കണ്ണ. ഇതാരാടി, നിന്റെ വേറെ സെറ്റപ്പാണോ? സിദ്ധാർത്ഥ്, നീ അതിര് കടന്നിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ നീ സ്വീകരിച്ചേ പറ്റൂ. അഗ്നിയേട്ടാ, കണ്ണുറക്ക്. ഇഷു. കേശു, എന്റെ അഗ്നിയേട്ടൻ. കരയാതടാ, നിന്റെ അഗ്നിയേട്ടന് ഒന്നും പറ്റില്ല, ഞാനില്ലേ. അഗ്നിയേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട് ശിവേട്ടാ? നല്ല ബെറ്റർ ആയിട്ടുണ്ട് അഞ്ജു. ഡോക്ടറിന് പോലും ഉറപ്പില്ലായിരുന്നു അവൻ റിക്കവർ ആവുമെന്ന്. പക്ഷേ 3 ദിവസം കൊണ്ട് അവൻ റിക്കവർ ആയി. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈവൻ ഞങ്ങൾക്ക് പോലും. എന്റെ കുഞ്ഞിന്റെ കൂടെ ഭഗവാനുണ്ട്, അതാ. അഞ്ജു. ആ, ആരാ? ഞാൻ കേശു, ഈശുവിന്റെ ഫ്രണ്ടാ. ഈശുവിന്റെ ഫ്രണ്ടോ? അതെ, ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാ ഫ്രണ്ട്സ് ആയത്. ആ. എനിക്ക് അഞ്ജുവിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ കേശു? ശരണിന്റെ അടുത്തും കിരണിന്റെ അടുത്തും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. അതെന്തിനാ? നമ്മുടെ അഗ്നിയെ ഈശാനെയും ഈ അവസ്ഥയിലാക്കിയവരെ ആരെയും വെറുതെ വിട്ടൂടാ. അതുകൊണ്ട് എനിക്ക് അവരുടെ സഹായം വേണം. ആ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അഗ്നി, നീ ഓക്കെ അല്ലേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ഏട്ടാ. 2 ദിവസം കഴിഞ്ഞതാ ഈ പ്ലാസ്റ്റർ ഇളക്കും. അത് കഴിഞ്ഞ് ഞാനിവിടെ ഓടി നടക്കില്ലേ? അങ്ങനെ വല്ലതും ചെയ്ത് നിന്റെ മുട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും. അമ്മേ. അതെ, താൻ അഗ്നിയുടെ ഫ്രണ്ടാണോ? അല്ല, ഞാൻ കേശു, ഇഷാനയുടെ ഫ്രണ്ടാ. ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഫ്രണ്ട്സ് ആയതാ. ഓ, ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ കേശു ഉണ്ടായിരുന്നല്ലേ? ആരാ ഇത് ചെയ്തതെന്നറിയോ? അറിയാം, ശരണും കിരണും വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ശരി. കേശു, എന്താ നിന്റെ പ്ലാൻ? പറയാം. നമ്മുടെ പിള്ളേരെ ഈ അവസ്ഥയിൽ എത്തിച്ച് ഒരുത്തനെയും വെറുതെ വിടരുത്. അതിന് അവന്മാരെല്ലാം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ. പിന്നെ ആ സിദ്ധാർത്ഥ്, അവൻ കോമയിലല്ലേ, ഒരു ജീവശവം പോലെ കിടക്കുന്നു. എന്നാലും അതാരായിരിക്കും ചെയ്ത്? അത് അവനുള്ള പണി ദൈവം കൊടുത്തെന്ന് വിചാരിച്ചാൽ മതി. അത് ശരിയാ. അല്ല, പിന്നെ ആർക്കിട്ട് പണി കൊടുക്കുന്ന കാര്യം നീ പറയുന്നേ? അവന്റെ തന്തെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ. അവനെ വേരോടെ പിഴുതെറിയണം. അതിന് നമ്മൾ നിയമപരമായി വേണം അയാളെ നേരിടാൻ. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ടെൻഷൻ അടിക്കേണ്ട അണ്ണാ, സിദ്ധാർത്ഥ് റിക്കവർ ആകും. നമ്മുടെ ആൾക്കാരെയൊക്കെ ഈ പരുവമാക്കി എന്റെ മോനെ കോമയിലാക്കി അവൻ ആരാടാ? അവനെ എനിക്ക് വേണം. ഇതെന്താ അണ്ണാ, നാട് മുഴുവൻ അണ്ണന്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്? പോസ്റ്ററോ? എന്താടാ പോസ്റ്ററില്? അപ്പൊ കണ്ടില്ലേ, നമ്മുടെ വീടിന്റെ മുമ്പിൽ വരെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. വന്ന് നോക്ക്. ഇന്നു മുതൽ കോളേജ് ചെയർമാൻ ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന തുകുമ്പു. എന്താടാ ഇതൊക്കെ? അറിയില്ല. അണ്ണ പടത്തിലൊക്കെ അഭിനയിച്ചോ? സാധാരണ എല്ലാവരും സിംഹവും പുലി എന്നൊക്കെ അല്ലേ പേര് വെക്കുന്നത്. പോത്തിന്റെ വരെ ഓരോരുത്തർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആരാടാ നീ? ഫോൺ വെക്കടാ.
ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യണം. എന്തിന്? ഒരു സിനിമയ്ക്ക് 5 ലക്ഷം പോസ്റ്ററാണ് തമിഴ്നാട് മുഴുവൻ ഒട്ടിക്കുന്നത്. ഇതിന് ഏകദേശം 10 കോടി രൂപ ചെലവ് വരും. ബാഹുബലിയുടെ പോസ്റ്ററിന് വരെ കടത്തി വെട്ടിയാണ് നിങ്ങളുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്. പോസ്റ്ററിന് ഇത്ര ചെലവാക്കുമെങ്കിൽ പടത്തിന് എത്ര ചെലവാക്കും? അതിനുള്ള സോഴ്സ് എന്താണെന്ന് കണ്ടെത്തുന്നതിനാണ് ഈ റെയ്ഡ്. ഇവനെ ഞാൻ എവിടെയോ അണ്ണന്റെ കാര്യത്തിലെത്തിയിരിക്കുന്നു. സെൽഫോൺ ജാമർ. 2 കിലോമീറ്റർ സറൗണ്ട്സിൽ നോ ഇൻകമിംഗ്, നോ ഔട്ട് ഗോയിങ്. ഗേറ്റ് പൂട്ട്. ഇവിടെ നിന്നാരും പുറത്തേക്കും പോകാൻ പാടില്ല, പുറത്തു നിന്നാരും അകത്തേക്കും വരാൻ പാടില്ല. നിന്നടുത്ത് തന്നെ നിൽക്കണം. കമോൺ, സെർച്ച്. ഡെയിലി എത്ര പേർക്കാ ഫുഡ് ഉണ്ടാക്കുന്നത്? അദ്ദേഹത്തിനും സിദ്ധുമോനും മാത്രം ഉണ്ടാക്കാറുള്ളൂ. നിങ്ങളുടെ സാറെന്താ കഴിക്കുന്നത്? കാലത്ത് 4 ഇഡലിയും വൈകിട്ട് 2 ചപ്പാത്തിയും. 4 ഇഡലിക്ക് എന്തിനാടാ 8 സിലിണ്ടർ? Pull up in the middle with a little bit of rage and a gas full of engine. Gotta put a cap on my angle, keep cool, gotta handle this whole situation. How the hell did I end up here? Third eye blind, I third I see clear. Money making machines corrupt and violent. Time for Talabadi to break the silence. Self-interest of a few, only reason you and me go through what we go through. Divide and conquer, evil man's game. We don't wanna അണ്ണൻ ആദ്യമായിട്ട് വാങ്ങിയ കാറാ. കുറെ നാളായിട്ട് ഓടാതെ കിടക്കുക. അതൊരു സെന്റിമെന്റ്സിൽ ഇട്ടിരിക്കുകയാണ്. അല്ല, വേണമെങ്കിൽ ഞാനത് തുറന്നു കാണിക്കാട്ടോ. കാലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കാം. കാർ തന്നെ എടുക്കണം. ഇതെന്താ അളിയാ? എന്റെ പൊന്നേ. അണ്ണാ പണി പാളിന്നാ തോന്നുന്നു. ഇതിൽ സൈൻ ചെയ്യും. സ്വിമ്മിംഗ് പൂളിന്റെ പരിസരത്തിൽ വളരെ ക്ലീൻ ആയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ജാം റീസെറ്റ് ചെയ്തേക്ക്. എല്ലാ ഡോക്യുമെന്റ്സും എടുത്തിട്ട് റെസിപ്റ്റ് കൃത്യമായിട്ട് കൊടുത്തേക്ക്. സർ, ഡോണ്ട് വറി, ജസ്റ്റ് ഫോർമാലിറ്റി. മൂവ്. അണ്ണാ ഞാനൊരു സത്യം പറയട്ടെ. അവര് മംഗലത്തെയാ. അവന്മാര് അണ്ണനിട്ട് പണിഞ്ഞതാ. സ്മാർട്ട് ബോയ്സ്. അണ്ണാ നമ്മളിനി എന്ത് ചെയ്യും? അന്നാലും നിങ്ങൾ കൊള്ളാലോ പിള്ളേരെ. മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾ അയാളെ വേരോടെ പിഴുതെറിഞ്ഞു. യാ, കറക്റ്റ്. ഇഷു, നീ ഹാപ്പി അല്ലേ? താങ്ക്സ് കേശു. ഇഷു എപ്പോഴാ പോന്നേന്ന് തീരുമാനിച്ചോ? പോകാനോ? എവിടെ പോവാൻ? അപ്പൊ നീ മെസ്സേജ് കണ്ടില്ലേ? ഇല്ല. എടി കോളേജിൽ നിന്ന് മെസ്സേജ് വന്ന് 2 ഡേയ്സ് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമെന്ന്. 2 ഡേയ്സോ? അപ്പോൾ നമ്മൾ നാളെ പോകേണ്ടി വരില്ലേ? ആ അതെ. എന്താ പിള്ളേരെ? പാറുമ്മ, ഞങ്ങൾക്ക് നാളെ പോകണം. നാളെയോ? അതെ അമ്മ, കോളേജിൽ നിന്ന് മെസ്സേജ് വന്നു, മൺഡേ ക്ലാസ് തുടങ്ങുമെന്ന്. ആണോ? എന്നാൽ ഞങ്ങളും വരാം. വേണ്ടമ്മ, ചേച്ചിക്ക് എന്തായാലും ഇവിടെ ജോലി കിട്ടിയില്ലേ. പിന്നെ എൻ്റെ കോഴ്സ് ഇനി 3 മന്ത്സേ ഉള്ളല്ലോ. അത് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കമ്പനിയിൽ കയറും. പിന്നെ ഇവരൊക്കെ ഇല്ലേ, ഇവളുമാരെന്തായാലും തനിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ നിന്നോളാം. അമ്മയും അച്ഛനും ഇനി ഇവിടെ നിന്നാൽ മതി. മോളെ, അത് നീ ഒറ്റയ്ക്ക്? ഞങ്ങളില്ലേ പാറുമ്മ, അവൾ ഒറ്റയ്ക്കല്ലല്ലോ. കിരൺ, ഫ്ലൈറ്റ് എപ്പോഴാ? 11 മണിക്കാടി. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ഇല്ലേ എയർപോർട്ടിലേക്ക്? ആ ഉണ്ട്. ഇപ്പൊ തന്നെ 8 മണി. നീ ചെന്ന് റെഡിയാകാൻ അവരോട് കൂടി പറ. ആ ശരി. ഗായു, ആ അഗ്നിയേട്ടാ. നിങ്ങൾ പോകുവാണോ? ആ അഗ്നിയേട്ടാ, എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റൂ. നിങ്ങളൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞങ്ങളെക്കാട്ടി വിഷമം ഇഷുവിനാ. ഇഷുവിനോ? ഇഷു നിങ്ങളോട് വരുന്നോ? ആ, അവൾ അഗ്നിയേട്ടനോട് പറഞ്ഞില്ലേ? ഇല്ല. ഇല്ലേ? അവളെന്താ പറയാനേ? ഗായു, ഇങ്ങ് വന്നേ. ദാ വരുന്നു കിരൺ. നീ ചെല്ല്. ഇഷു എല്ലാം എടുത്തില്ലേ? ഇനി വെക്കൊന്നുമില്ലല്ലോ. ഡി, ആ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുവാ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ആ അത് ഇഷു. ആ അഗ്നിയേട്ടനോട് നീ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? ഇല്ല. അതെന്താ നീ പറയാനേ? അഗ്നിയേട്ടൻ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ നിങ്ങളുടെ UK വരില്ല അഞ്ചു. എടി എന്നാലും ഗായു, ഞാൻ പറഞ്ഞ അഗ്നിയേട്ടൻ ഉറപ്പായിട്ട് എന്നോട് പറയും പോകണ്ടെന്ന്. ആ ഓക്കെ, നമ്മൾ പോകുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ തൊട്ട് നീ അഗ്നിയേട്ടനോട് മിണ്ടിയിട്ടില്ലല്ലോ. അതെന്താ? അത് ഈ കാരണ അഞ്ചു, എനിക്ക് അഗ്നിയേട്ടനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ഇഷു, നീ കാരണം ആ മനസ്സ് വേദനിച്ച ഞാൻ ഒരിക്കലും നിന്നോട് പൊറുക്കില്ല.
അഞ്ജു, ഗായു, നിനക്കറിയാലോ ഇഷു, ഞങ്ങളൊരു ഓർഫണാണെന്ന്. അതുകൊണ്ട് ഒരേട്ടൻ്റെ സ്നേഹം എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് 2 ഏട്ടന്മാരുണ്ട്, ഞങ്ങളുടെ സ്വന്തം. അവരെ വേദനിച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ഇഷു. അത് അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത്. എനിക്കും അത് തന്നെ നിന്നോട് പറയാനുള്ളത്. മഹിയച്ച, ഇന്ദ്രച്ച, ഞങ്ങൾ ഇറങ്ങുവാണേ. ആ പോയിട്ട് വാടാ മക്കളെ. ഇഷു, അച്ഛാ. അവിടെ ചെന്ന് കുറുമ്പൊന്നും കാണിക്കരുത്. എന്തേലും ഉണ്ടേ വിളിക്കണം. അച്ഛാ. പാറോമ്മ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാറോമ്മ എന്ന് വിളിക്കണ്ട, അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന്. നിങ്ങളുടെ സ്വന്തം അമ്മയായിട്ടല്ലേ എന്നെ കാണുന്നത്? അമ്മ അമ്മ എന്നും വിളിക്കണേടി. ഞാൻ എന്നും വിളിച്ച് ശല്യം ചെയ്യുന്നതായിരിക്കും. ആ മതി, വാ, സമയം ഇറങ്ങാം. ചേച്ചി, ശിവേട്ടാ, ബൈ. ബൈ ഇഷു. അകതാരിലി ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും. ഇരവാകവേ പകലാകവേ അമ്മ. അയ്യോ ഇഷു, നീ ഇതെപ്പോ വന്ന്? ദാ ഇപ്പോ. മാധവമ്മ, അഞ്ജു, ഗായു ഇവന്മാരുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ മാധു അമ്മ? നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല, നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ ചെല്ല്. അമ്മ, ആ എന്റെ മക്കളെ എത്തിയോ? ശിവേട്ടാ, അഗ്നേട്ടൻ എന്തിയേ? അവൻ ഉറങ്ങുവാ. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. പോന്നൊക്കെ കൊള്ളാം, അവൻ്റെ ഒന്നും കിട്ടാതെ നോക്കിക്കോ. അതെന്താ ശിവേട്ടാ? നീ പോയിട്ട് 1 വർഷമായി, ഇതുവരെ ആയിട്ടും നീ അവനൊന്നും വിളിച്ചില്ലല്ലോ. അതിന്റെ ദേഷ്യം അവന് നല്ല രീതിയിലുണ്ട്. അമ്മേ, അഗ്നേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അത് ഇഷു പറഞ്ഞോളൂ. ഇവളിതപ്പോ വന്ന്. ഡി, എന്താ അഗ്നേട്ടാ? നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ ഇല്ലാതെ വേറെ എവിടെ പോകാനാ? ഈ 1 വർഷം നീ എവിടായിരുന്നോ അങ്ങോട്ട് തന്നെ പൊക്കോ. എന്താ അഗ്നേട്ടാ ഇങ്ങനെ പിണങ്ങാതെ? ഞാൻ ഇനി അഗ്നേട്ടനെ വിട്ട് എവിടെയും പോകില്ല, പോരെ? എനിക്കൊന്നും കേൾക്കണ്ട, നീ ആദ്യം റൂമിന് പുറത്തു പോ. ഓ, ഞാൻ പൊക്കോളാം. നിങ്ങളുടെ പിണക്കം മാറ്റി ഒരു ഗുഡ് ന്യൂസ് പറയാൻ കൂടിയാ ഞാൻ വന്നത്. ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല. അത്രയും പറയണ്ടായിരുന്നു. പാവം, പോയിന്ന് സോപ്പിടാം. ഇഷു. ഓ, വന്നോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സോറി ഡി. അങ്ങോട്ട് മാറി നിൽക്ക്. ദേ കടുവേ, എന്റെ ദേഹത്തെങ്ങണം തൊട്ടാല. എന്താ ഇഷു ഇങ്ങനെ പറയുന്നേ? 1 വർഷം നമ്മൾ കാണാതിരുന്നില്ലേ? അപ്പൊ ആ സ്നേഹം മൊത്തം ഞാൻ നിനക്ക് തരണ്ടേ? നീ എന്ത് ഗുഡ് ന്യൂസാ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റന്നാ നമ്മുടെ കല്യാണാ. ഇതൊക്കെ എപ്പോ തീരുമാനിച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറയണ്ടെന്ന് ഞാനാ പാറോമ്മയോട് പറഞ്ഞത്. അതെന്തായാലും കൊള്ളാം. ഇതാരാ നാത്തോ ഇത്രയും കിടന്ന് ബെല്ലടിക്കുന്നത്? അതാ കുരുട്ടുകളായിരിക്കും. കുരുട്ടുകളോ? ആടി, നമ്മുടെ രുദ്രേട്ടന്റെ മക്കളാ, അച്ചുമാളും. ആ, അവരോ? എന്താ അപ്പച്ചി വാതിലോർക്കാൻ ഇത്ര താമസം? അതെ മോളെ, ഇവൾ കല്ലിൽ ഇത്ര താമസം. ആ പത്രവും പിടിച്ചോണ്ടിരിക്കാന്ന മാമനും വന്ന് വാതിൽ തുറക്കാം. കിട്ടിയല്ലോ. എന്റെ മക്കള് വാ. അപ്പച്ചി, മാധുവച്ചി, സുഖല്ലേ? ആടി, സുഖം. അളിയോ, എന്തൊക്കെയുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്തിനാ ഇന്ന് വന്നത്? കല്യാണത്തിനൊന്ന് വന്നാ മതിയായിരുന്നല്ലോ. എന്ത് ചെയ്യാനാളിയാ, ഈ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നേ, അല്ല ഞങ്ങൾ നേരത്തെ വന്നേനെ. ആരാ അമ്മേ? കൊച്ചേട്ടാ. ഓ, എന്റെ മാളൂട്ടി. നീ എന്താടി മാളു, ഇപ്പോഴാണോ വരുന്നത്? എന്ത് ചെയ്യാനാ കൊച്ചേട്ടാ, ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പച്ചി, വല്യേട്ടനോ? നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടേ. വല്യേട്ടാ. എന്റെ അച്ചു, നീ അങ്ങ് നീളം വെച്ച് പോകുവാണല്ലോ. എന്ത് ചെയ്യാനാ വല്യേട്ടാ? ഇപ്പൊ നിന്നെ കണ്ട മാളിന്റെ ചേച്ചിയാണെന്നേ പറയൂ. അതിന് അവള് കുരുട്ടിടക്കായി പോയെന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും വല്യേട്ടാ? കുരുട്ടിടക്ക് മാളു, ഡോണ്ടു, അമ്മ നിൽക്കും, നിന്നെ തല്ലിക്കൊല്ലും. എന്റെ കൊച്ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പുടി ബബ്ലു. ഡി, ആ കൊച്ചേട്ടത്തി. മാളു, കൊച്ചേട്ടത്തി വാ, നമുക്ക് ബാക്കി റൂമിൽ പോയി സംസാരിക്കാം. അച്ചു, വല്യേട്ടത്തി വാടി, നിന്റെ സ്പെഷ്യൽ ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ?
എന്നാ വാ. കണ്ണിലിന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളി നെഞ്ചിലിന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. വർണ്ണമേനിറമുങ്ങൾ ചേരും മാരി വെള്ളിനഴകേ, മൈലാഞ്ചി രാവിൽ നാണം കണ്ണില്ലേ. ഇന്ന് നിന്നെ പുഞ്ചിരിക്കിതാ പഞ്ചു വന്ന കാലം ഷഹനായി പാടുവാൻ കൂട്ടിയ ഞാനില്ലേ. കണ്ണിലെന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളി നെഞ്ചിരുന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. പല നാളായി ഞാനിതു മനസ്സിൽ കൊണ്ടു നടന്ന കിനാവാണേ. നിറമുള്ളൊരു നോവായി ഇന്നിതു കണ്ടു ചിരിക്കുന്നേ. നിഴലായി കൂടെ നടക്കാൻ ഇന്നും വീട്ടിൽ നീയില്ലെങ്കിൽ അമ്മയ്ക്കിനി തല്ലു പിടിക്കാൻ ആരാലച്ചം നീ. പൊന്നിൻ പൂവായ കൺമണി കണ്ണിനു കണ്ണായ പൊന്മണി നിൻമിഴികൾക്കെന്തു ചന്തമഴകേ. പൂവായ കൺമണി കണ്ണിനു കണ്ണായ പൊന്മണി നിൻമിഴികൾക്കെന്തു ചന്തമഴകേ. നീ മിണ്ടണ വാക്കിനു മുണ്ടൊരു തേൻമൊഴി പാടണ പാട്ടിനു കേൾക്കണതാ മൊഴി. ആ വഴിയോര കരമണി കിലുങ്ങണ് ചില ചില ചിഞ്ചിലമാ. വെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. ആഴമ്പൂ മുടി മുടിച്ച് 18 മുഴം ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. താഴമ്പൂ മുടി മുടിച്ച് 18 മുഴം ചേലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ്. ഡോക്ടർ ഇഷുനിപ്പം ഈശാനിക്ക് ഇപ്പൊ 8 മാസമല്ലേ. അതുമല്ല കുഞ്ഞിന്റെ കഴുത്ത് പൊക്കിൾക്കൊടിയിൽ കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. പിന്നെ ഇഷാനി ഇതൊന്നും അറിയണ്ട. ആ ഡോക്ടർ. പേടിക്കണ്ട അഗ്നി.
എന്തേലും ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നാൽ മതി. ശരി ഡോക്ടർ. അഗ്നേട്ടാ, ഇഷു എന്താ, എന്തു പറ്റി? അഗ്നേട്ടാ, എനിക്ക് വേദന എടുക്കുന്ന. ഡെലിവറി പെയിൻ ആയിരിക്കും. നീ വാ, ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല, എനിക്ക് നടക്കാൻ പറ്റില്ല അഗ്നേട്ടാ. എന്നാ ഞാൻ നിന്നെ എടുക്കാം. വേണ്ട അഗ്നേട്ടാ, എനിക്ക് വയ്യ, പറ്റുന്നില്ല. അമ്മേ. മോളെ, നീ കരയാതെ. ശിവ വൈദ്യരെ വിളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. വരൂ, ദാ. എല്ലാവരും ഒന്ന് മാറിക്കേ. കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൽ കൊടി കുരുങ്ങിക്കിടക്കുവാണെന്ന് തോന്നുന്നു. എൻ്റെ ഭഗവാനെ, ഈ സാഹചര്യത്തിൽ പ്രസവം എടുക്കുന്നത് അപകടമാണ്. ഒന്നെങ്കിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ. ഈ സാഹചര്യത്തിൽ ഇവരിൽ ആർക്കും എന്തും സംഭവിക്കാം. അമ്മേ, നീ പേടിക്കാതെ മോനെ, ഒന്നും വരില്ല. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എൻ്റെ കുഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ശിവേട്ട, കേശു എവിടെ? ഇഷു, കേശു, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞ്. നിന്റെ കുഞ്ഞിന് ഒന്നും വരില്ല. ഞാനിപ്പോ വരാം. അമ്മേ. മോളെ, എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെ നീ കാത്തോണേ. അഗ്നി, ഞാനൊരു വൈറ്റാട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, മഞ്ഞളണിഞ്ഞൊരു പൂമേയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പിന്നെ കണ്ണാടി, തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി. പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനെ ദാ ഈ കൈ വെച്ച് തരും ഞാൻ. പോരെ? കുട്ടി, പ്രാർത്ഥിക്ക്. നിന്റെ മനസ്സ് നീ ഭഗവാനിൽ അർപ്പിക്ക്. ദാ ആൺകുട്ടിയാ. നന്ദിയുണ്ട് ഒരുപാട്. എന്നാ ഞാൻ പോകുക. അല്ല, ഒന്ന് നിന്നേ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് കണ്ണാ. ഇഷു, നീ ഓക്കെ അല്ലേ? ചതിയൻ. എന്താ? അല്ല, ഞാൻ ഇവിടെ ഉള്ളതല്ല. ഇവിടുത്തെ അമ്പലത്തിൽ തൊഴാൻ വന്നതാ. അപ്പോഴാ ഇയാൾ എന്നോട് സഹായം ചോദിച്ചത്. ഓ, എന്നാ ഞാൻ പോവാട്ടോ ഉണ്ണിക്കണ്ണ. കണ്ണ, മര്യാദയ്ക്ക് അവിടെ നിന്നോ. രാധേ, ഈ കൊച്ചുങ്ങൾ ഇത് എവിടെ പോയി? ചേച്ചി, കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നോ? അവരെ രണ്ടാളും ഞാൻ ഇവിടെ ഇരുത്തിയതായിരുന്നല്ലോ. ദേ ഇരിക്കുന്നു. എവിടെ?